മുകേഷ് MLA ആകെ നാശക്കോട്ടയാക്കിയ കൊല്ലം നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ CPM തകൃതിയിൽ ശ്രമം നടത്തി തുടങ്ങി. കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുദേവൻ അവിടെ മത്സരിക്കും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന വാർത്ത. എന്നാൽ സുദേവൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത്. സുദേവന് പകരം അവിടെ മത്സരിക്കുക മുൻ മേയർ പ്രസന്ന ഏണസ്റ്റാണ്. മുകേഷിനെ ഇനി CPM നിർത്തില്ല. അത്രേ നാറ്റിക്കളഞ്ഞു മുകേഷ്. CPMനെ മാത്രമല്ല, കൊല്ലത്തെ CPM പ്രവർത്തകരെ ആകെ മൊത്തം അവതാളത്തിലാക്കി മുകേഷ്. ഈ സാഹചര്യത്തിൽ മുകേഷിന് പകരം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജില്ലാ സെക്രട്ടറി S. സുദേവൻ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അവസാന ലാപ്പോട് അടുക്കുമ്പോൾ കൊല്ലത്തെ മുൻ മേയർ പ്രസന്ന ഏണസ്റ്റ് കൊല്ലത്ത് മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി. പ്രസന്ന ഏണസ്റ്റിൻ്റെ എതിർ സ്ഥാനാർത്ഥി പ്രസന്ന ഏണസ്റ്റിനെ നേരിടുന്നത് ബിന്ദു കൃഷ്ണയാണ്. കോൺഗ്രസിൻ്റെ സമുന്നത നേതാവും തീപ്പൊരി നേതാവുമായ ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പ്രസന്നയോട് ഏറ്റുമുട്ടും. മുകേഷ് 2 തവണ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. ആദ്യത്തെ തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട മുകേഷ് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അത് CPMന് വലിയ തിരിച്ചടിയായി മാറി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിനെ നിർത്തരുതെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, PK ഗുരുദാസനാണ്. CPMൻ്റെ കൊല്ലത്തെ സമുന്നത നേതാവ് PK ഗുരുദാസൻ. അദ്ദേഹം കർശനമായി പറഞ്ഞിരുന്നു ഇനി മുകേഷിനെ നിർത്തിയാൽ തോക്കുമെന്ന്. പക്ഷേ ഭാഗ്യം കൊണ്ടും പിണറായി സർക്കാരിൻ്റെ മികവ് കൊണ്ടും മുകേഷ് കഷ്ടിച്ച് ജയിച്ചു കയറി കഴിഞ്ഞ തവണ. ഇനി മുകേഷിനെ വെച്ചൊരു പരീക്ഷണം CPM നടത്തില്ല. മുകേഷ് CPMൻ്റെ പടിക്ക് പുറത്തായി കഴിഞ്ഞു. മുകേഷിനെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ അപകടകരമാണെന്ന് CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രസന്ന ഏണസ്റ്റിനെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിയോഗിച്ചിരിക്കുകയാണ് CPM. ചിരപരിചിതമായ മുഖമാണ് കൊല്ലത്തുകാർക്ക് പ്രസന്ന ഏണസ്റ്റ്. SFIയിലൂടെ പ്രവർത്തിച്ചു വന്ന പാരമ്പര്യം. മേയർ എന്ന നിലയിൽ ഭരണ മികവ് നന്നായി പ്രകടിപ്പിച്ചു പ്രസന്ന ഏണസ്റ്റ്. മേയർ എന്ന നിലയിൽ അവർ ശ്രദ്ധേയായി. ഭരണ നൈപുണ്യത്തിൽ ഉപരി സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരിയായി ജീവിക്കുന്ന സഖാവാണ് പ്രസന്ന ഏണസ്റ്റ്. ആ പ്രസന്ന ഏണസ്റ്റിനെയാണ് കൊല്ലം മണ്ഡലം നിലനിർത്താൻ CPM നിയോഗിച്ചിരിക്കുന്നത്. മറുവശത്ത് ബിന്ദു കൃഷ്ണ തയ്യാറെടുക്കുകയാണ്. ഒരിക്കൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു MLA സ്ഥാനം ബിന്ദു കൃഷ്ണയ്ക്ക്. കൊല്ലത്ത് നിന്ന് മത്സരിച്ച ബിന്ദു കൃഷ്ണ പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ബിന്ദു കൃഷ്ണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് ശക്തമായ പിന്തുണയുമായി കോൺഗ്രസിലെ ഒരു വിഭാഗമുണ്ട്, പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല പ്രതിനിധീകരിക്കുന്ന വിഭാഗം. രമേശ് ചെന്നിത്തലയുടെ സ്വന്തം സ്ഥാനാർത്ഥി കൂടിയാണ് ബിന്ദു കൃഷ്ണ. മറ്റൊരു കാര്യം ബിന്ദു കൃഷ്ണയ്ക്കുള്ളത് കൊല്ലവുമായുള്ള ചിരപരിചിത ബന്ധമാണ്. ബിന്ദു കൃഷ്ണ ചാത്തന്നൂർ സ്വദേശിയാണ്. ചാത്തന്നൂരിൽ നിന്ന് കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് നേതാവായി വളർന്നു അവർ എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിലെ ആദ്യത്തെ കോൺഗ്രസ് അധ്യക്ഷയും അവരായിരുന്നു എന്നാണ്. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ, DCC അധ്യക്ഷ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ബിന്ദു കൃഷ്ണയ്ക്കുണ്ട്. തീപ്പൊരി പ്രാസംഗികയാണ് ബിന്ദു കൃഷ്ണ. നന്നായി പ്രസംഗിക്കാൻ അവർക്കറിയാം. നന്നായി പ്രസംഗിക്കുക മാത്രമല്ല, മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാകാൻ ബിന്ദു കൃഷ്ണയ്ക്കും സാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 2 വനിതകൾ കൊല്ലത്ത് ഏറ്റുമുട്ടുന്നത്. പ്രസന്ന ഏണസ്റ്റും ബിന്ദു കൃഷ്ണയും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് 2 വനിതകൾ എന്ന് വേണമെങ്കിൽ പറയാം. 2 പേരും രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളവർ. 2 പേർക്കും പറയാനുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യം. ബിന്ദു കൃഷ്ണ സാധാരണക്കാരിയായി ജനിച്ച് കോൺഗ്രസിൻ്റെ ഉന്നത പദവിയിലേക്കെത്തിയ വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് പ്രസന്നയും. കൊല്ലം മേയർ എന്ന നിലയിൽ പ്രസന്ന നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. മുകേഷ് കുളമാക്കി വെച്ച
കൊല്ലം നിയോജക മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് CPM-ന് വലിയൊരു ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണെന്നേ. അങ്ങനെ ഒരു പ്രവൃത്തിയായതുകൊണ്ടാണ് ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പ്രസന്ന ഏണസ്റ്റിനെ നിയോഗിച്ചിരിക്കുന്നത് CPM. ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പ്രസന്ന ഏണസ്റ്റ് വരുമ്പോൾ 2 തീപ്പൊരി വനിതകൾ തമ്മിലുള്ള മത്സരമാകും കൊല്ലത്ത് നടക്കുക. കൊല്ലം നിലനിർത്തേണ്ടത് CPM-ന്റെ അത്യാവശ്യ ഘടകമാണ്. കൊല്ലത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാനുള്ള പ്ലാൻ LDF ആവിഷ്കരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ കരുനാഗപ്പള്ളിയും കുണ്ടറയും ഒക്കെ തിരിച്ചു പിടിക്കാൻ, കരുനാഗപ്പള്ളിയും കുണ്ടറയും ഒക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് കൊല്ലത്ത് കോൺഗ്രസിനെ UDF-നെ ക്ലീൻ ബൗഡാക്കി മാറ്റാൻ CPM ശ്രമിക്കുകയാണ്. അതിന് തക്ക സ്ഥാനാർത്ഥികളെയാണ് അവർ രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. LDF-നെ സംബന്ധിച്ചിടത്തോളം കൊല്ലം എന്നും അവരുടെ തട്ടകമാണ്. പ്രതികൂല ഘടകങ്ങൾ ഒരുപാടുണ്ടായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ പുണരുന്ന ജില്ല അതാണ് കൊല്ലം. അതാണ് കൊല്ലംകാരുടെ പ്രത്യേകത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രേമേന്ദ്രന് വോട്ട് ചെയ്യും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൊല്ലംകാർ മനസ്സുമാറ്റി ചിന്തിക്കും. അതൊക്കെയാണ് കൊല്ലത്തിൻ്റെ പ്രത്യേകത. കൊല്ലം ഒരു തരത്തിൽ LDF-നും UDF-നും ഒന്നും പിടികൊടുക്കാത്ത മണ്ഡലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ കൊല്ലം LDF-ൻ്റെ കൂടെ നിൽക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രേമേന്ദ്രന് ഒരുമിച്ചങ്ങ് ബൾക്കായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത അത് കൊല്ലംകാർക്കുണ്ട്. മാത്രമല്ല കൊല്ലത്ത് ഒരു കാലത്ത് വലിയൊരു ശക്തിയായിരുന്നു RSP. UDF-ലേക്ക് പോയപ്പോൾ UDF ഒരുപാട് ആഹ്ലാദിച്ചു. ആ ആഹ്ലാദത്തിന് വലിയ ആയുസ്സൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കൊല്ലത്ത് RSP ഒന്നുമല്ല. കൊല്ലത്ത് RSP-യുടെ സ്ഥിതി പരിതാപകരമാണ്, വളരെ വളരെ പരിതാപകരം. ഈ അവസ്ഥയിലാണ് കൊല്ലം ജില്ലയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം CPM പൂർവാധികം ശക്തിയോടുകൂടി ആരംഭിച്ചത്. കൊല്ലത്ത് CPI-ക്കും നല്ല സ്വാധീനമുണ്ട്. CPI-യുടെ മുഖപത്രമായ ജനയുഗമൊക്കെ തുടങ്ങിയത് കൊല്ലത്ത് നിന്നാണ്. കാമ്പിശ്ശേരി കരുണാകരനും മുകേഷിൻ്റെ അച്ഛൻ O മാധവനും ഒക്കെ CPI-യുടെ ശക്തരായ വക്താക്കളായിരുന്നു. തോപ്പിൽ ബാസി അടക്കമുള്ളവരുടെയൊക്കെ തട്ടകമായിരുന്നു കൊല്ലം. ആ കൊല്ലത്ത് CPI-ക്കും CPM-നും ശക്തമായ സ്വാധീനമുണ്ട്, ശക്തമായ പോക്കറ്റുകളുണ്ട്. അതുകൊണ്ടാണ് LDF-ന് കൊല്ലം അപ്രാപ്യമാകാതെ, അല്ലെങ്കിൽ കൊല്ലം എപ്പോഴും LDF-നെ സ്വീകരിക്കുന്നത്. എന്തായാലും കൊല്ലം നിയോജക മണ്ഡലത്തിൽ, കൊല്ലം ജില്ലയിലല്ല, കൊല്ലം നിയോജക മണ്ഡലത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കൊല്ലം നിയോജക മണ്ഡലത്തിൽ പ്രസന്ന ഏണസ്റ്റിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. അങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പൊളിറ്റിക്സ് കേരള അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നു. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയെ നേരിടുന്നത് പ്രസന്ന ഏണസ്റ്റ്. മുകേഷ് പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം നിലനിർത്താൻ CPM നിയോഗിച്ചിരിക്കുന്നത് പ്രസന്ന ഏണസ്റ്റിനെ.